സംസ്ഥാന ബജറ്റിൽ 227 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെങ്കിലും ഒട്ടും പ്രതീക്ഷയിലില്ല സംസ്ഥാനത്തെ മത്സ്യബന്ധന മേഖല. കഴിഞ്ഞ ബജറ്റിലേതുപോലെ എല്ലാം പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുമെന്നാണ് തീരദേശവാസികളുടെ വിലയിരുത്തൽ. ക്ഷേമ പെൻഷനെങ്കിലും മുടങ്ങാതെ കിട്ടണം എന്നു മാത്രമാണ് ഇവരുടെ പ്രാർത്ഥന. ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ ഒട്ടും പ്രതീക്ഷയില്ല കോഴിക്കോട്ടെ മത്സ്യത്തൊഴിലാളികൾക്ക്. മത്സ്യബന്ധന മേഖലയ്ക്ക് 227.12 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ബജറ്റിൽ വകയിരുത്തിയ 321.31 കോടി രൂപ എവിടെ പോയി എന്നും ഇവർ ചോദിക്കുന്നു. ക്ഷേമ പെൻഷനുകൾ അടക്കം മുടങ്ങിയ സാഹചര്യത്തിൽ പ്രതിഷേധത്തിലുമാണ് ഇവർ. ഒരു പ്രതീക്ഷയില്ല, അതൊരു ഇത് ഇവിടെ കാണുന്നില്ല. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എപ്പോഴും പറയുമാതിരി തന്നെ 5 മാസമായി പെൻഷൻ മുടങ്ങിയിട്ട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉള്ളൊരു വാഗ്ദാനം തന്നെയുള്ളൂ. ഇപ്പം ഞങ്ങളൊരു പ്രശ്നം ഇവിടെ പരിഹരിക്കണില്ല. മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിന് 10 കോടി, പുനർഗേഹം പദ്ധതിക്ക് 40 കോടി, അപകട ഇൻഷുറൻസിന് 11 കോടി, ഇങ്ങനെ പോകുന്നു ഈ ബജറ്റിൽ വകയിരുത്തിയ തുക. കഴിഞ്ഞ ബജറ്റിൽ തൊഴിലാളികളുടെ സമ്പാദ്യ പദ്ധതിക്ക് 27 കോടി രൂപ അടക്കമാണ് പ്രഖ്യാപിച്ചത്. പക്ഷേ എല്ലാം കടലാസിൽ മാത്രം ഒതുങ്ങിയെന്നും ഇവർ പറയുന്നു. നടപ്പിലാകാത്ത കോടികളുടെ പ്രഖ്യാപനങ്ങളല്ല, ജീവിതവും തൊഴിലും വലിയ ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകാനുള്ള സഹായങ്ങൾ മുടക്കമില്ലാതെ നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. ജനം, കോഴിക്കോട്.